ഗായ്സ്, അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഓഷ്യൻ മറീന വേൾഡിലാണ്. നമ്മുടെ കൊല്ലം ആശ്രാമത്താണ്. അപ്പോൾ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. അപ്പോൾ അത് കാണാനായി ഞാനും എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിന് ടിക്കറ്റ് എടുത്തു. 150 രൂപയാണ് ഒരാളുടെ ടിക്കറ്റ്. നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഒരുപാട് മരങ്ങളുടെ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടുത്തൊക്കെ പറന്നു വന്നു. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയായിരുന്നു. നമ്മളുടെ റോബോ ഡോഗ് ആണ്. അപ്പോൾ നല്ലതായിരുന്നു. നമുക്ക് ഷേക്ക് ഹാൻഡ് ഒക്കെ തന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഡാൻസ് ഒക്കെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഒരു വിസ്മയമായ ഒരു കാഴ്ചയായിരിക്കും. ആദ്യമായി കാണുന്നതാണെങ്കിൽ അതിൻ്റെ ഒരുപാട് ഡാൻസ് ഉണ്ടായിരുന്നു. അത് നടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് റോബോയൊക്കെ കാണുന്നത്. അപ്പോൾ ഒരുപാട് നേരം അതിനെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറിയപ്പോഴത്തേക്ക് നമ്മളുടെ ഡാൻസ് കളിക്കുന്ന റോബോ ആണ്. ഡാൻസ് കളിക്കുന്ന റോബോ ഇതിനെ കണ്ടാൽ നമുക്ക് റിയലി ഒരു റോബോ ലുക്ക് ഉണ്ടായിരുന്നു. ഇത് നമ്മളെ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണ് അത് ഡാൻസ് കളിക്കുന്നത്. ആ ഒരു പാട്ടിനകത്ത് നൃത്തം വെക്കുന്ന അടിപൊളി റോബോ ആയിരുന്നു. പിന്നെ നമ്മൾ റോബോയൊക്കെ കണ്ടു. കുറച്ച് നേരം അതിൻ്റെ ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അകത്തേക്ക് പോയപ്പോഴത്തേക്കാണ് നമ്മളുടെ സ്കൂബ ഡൈവേഴ്സിനെ കണ്ടത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കടലിനടിയിലുള്ള സ്കൂബ ഡൈവേഴ്സിനെ കാണുന്നത്. നല്ലതായിരുന്നു. അവരുടെ ആ ഒരു അഭ്യാസമൊക്കെ അടിപൊളിയായിരുന്നു. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോയപ്പോഴത്തേക്ക് കടലിൻ അടിയിലുള്ള മനോഹരമായ ഒരു കൊട്ടാരം നമുക്ക് കാണാൻ സാധിച്ചു. ആ കടലിൻ്റെ ആ ഒരു ലുക്കൊക്കെ കൊടുത്ത് അവർ അടിപൊളി ഒരു കൊട്ടാരം അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒരു മനോഹരമായ കാഴ്ചയായിരുന്നു മർമെയ്ഡ് ഷോ. അത് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ കൊല്ലത്ത് ഇവിടെ വന്നിരിക്കുകയാണ്. മർമെയ്ഡ് ഷോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് മർമെയ്ഡിനെ കാണുന്നത്. അതിനുശേഷം നമ്മൾ അകത്തോട്ട് പോയപ്പോഴത്തേക്ക് കടലിനടിയിലുള്ള വിസ്മയമായ ഒരു ലോകം തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. ഒരുപാട് മനോഹരമായ വ്യത്യസ്തമായ ഒരുപാട് മീനുകളെ ഞാൻ കണ്ടു. അപ്പോൾ അതിലെനിക്ക് പേരറിയുന്നത് കൊണ്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ഇതുവരെയും കാണാത്ത ഒരുപാട് മീനുകളെയും എനിക്ക് അവിടെ കാണാൻ സാധിച്ചു. ഒരുപാട് മനോഹരമായ വെറൈറ്റി ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. മിക്കതിൻ്റെയും പേര് എനിക്കറിയില്ല. അതും ഞാൻ ആദ്യമായി കാണുകയാണ്. അതും കടലിനടിയിലുള്ള മീനുകളായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണുന്നതിനേക്കാൾ നിങ്ങൾ നേരിട്ട് വന്ന് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു വിസ്മയമായ ലോകം തന്നെയാണ്. കടലിനടിയിലുള്ള യാത്ര നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓടിവായോ നിങ്ങൾ ആശ്രാമത്ത് മറീന വേൾഡിലേക്ക്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഒരുപാട് വലിയ വലിയ മീനുകൾ ഉണ്ടായിരുന്നു. ഇതിനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ മീനെയൊക്കെ. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സ്പീഡാക്കിയിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഈ മീനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകമാണ്. അവരാദ്യമായി കാണുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കൊല്ലം ആശ്രാമത്ത് നമ്മളുടെ ഈ കടലിനടിയിലുള്ള ലോകത്ത് വരിക. നിങ്ങൾക്ക് എന്തായാലും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെടും. ഒരുപാട് വെറൈറ്റി മത്സ്യങ്ങളുണ്ടായിരുന്നു. നമ്മളുടെ ഫിഷ് ടാങ്കിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കടലിനടിയിലുള്ള മത്സ്യങ്ങളുണ്ടായിരുന്നു. നമ്മൾ കടലിനടിയിലുള്ള ലോകത്തേക്ക് നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായി ഒന്ന് കാണിക്കുന്നത്. അപ്പോൾ അവിടെ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട മത്സ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയായിരുന്നു. കൂട്ടും കൂടി നിൽക്കുന്ന ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഫിഷസ് ഉണ്ടായിരുന്നു. പിങ്ക് ഫിഷസ്, റെഡ് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ടായിരുന്നു. അങ്ങനെ പല നിറത്തിലുള്ള ഫിഷസ് ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബാണ്. പിന്നെ നമ്മൾ അകത്തോട്ട് കയറി പോയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടെ വന്നതിൽ വെച്ചിട്ട് ഒരു കൗതുകം തോന്നിയ ഫിഷസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കടലിനടിയിൽ തന്നെ പറന്ന് നടക്കുന്ന മീനെ പോലെ എനിക്ക് ഈ ഫിഷസ് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയാണ് നമ്മൾ കടലിനടിയിലുള്ള ലോകത്തേക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ പുറത്തുനിന്ന് കണ്ടതിനേക്കാൾ മനോഹരമാണ്. അതിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഫിഷസിനെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ അടിയിൽ നമ്മൾ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതിൻ്റെ ഒരു ഫീലും ആ ഒരു വൈബും ഒക്കെ കിട്ടിയിരുന്നു. ഒരുപാട് ഫിഷസ് ഉണ്ടായിരുന്നു. നല്ല മനോഹരമായ ഫിഷസ് ആയിരുന്നു. വെറൈറ്റി ആയിരുന്നു. കൂട്ടുകാർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒരു സ്പോട്ടിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാണാൻ നല്ലൊരു കൗതുകമായ കാഴ്ച തന്നെയാണ്. നിങ്ങൾ എന്തായാലും കൊല്ലം ആശ്രാമത്തേക്ക് വരിക.
സത്യം പറയാലോ നമ്മുടെ കൊല്ലം ആശ്രാമത്ത് വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോ ഇതാണ് കേട്ടോ. ദ ഓഷൻ മർമെയ്ഡ് ഷോ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ദ ഓഷൻ എന്ന് പറഞ്ഞ കടലിനടിയിലുള്ള വിസ്മയ കാഴ്ചകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇത്ര ഡെവലപ്മെന്റ് ഇല്ലായിരുന്നു. അതിനേക്കാൾ ഒരുപാട് ഡെവലപ്മെന്റ് ആയിട്ടാണ് അവർ പുതിയതായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കിതാണ് ഏറെ ഇഷ്ടപ്പെട്ടത്. എനിക്ക് അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു മായാ കാഴ്ചകൾ തന്നെയായിരുന്നു. മായാ ലോകത്തെത്തിയതുപോലെ ആയിരുന്നു. എനിക്ക് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരുപാട് കാഴ്ചകൾ എനിക്ക് അവിടുന്ന് ഒരു അനുഭവം തന്നെ എനിക്ക് ഒരുപാട് അവിടുന്ന് കിട്ടി. പിന്നെ നമ്മൾ കണ്ടത് കടൽ പാമ്പാണ് കേട്ടോ. കടൽ പാമ്പ് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് കേട്ടോ കണ്ടത്. ജീവനുള്ള കടൽ പാമ്പിനെ ഞാൻ അങ്ങനെ കണ്ടു. അപ്പോൾ അത് അങ്ങനെ എനിക്കും അത് കാണാൻ സാധിച്ചു. പിന്നെ വലിയ വലിയ നണ്ടുകൾ ഉണ്ടായിരുന്നു, പിന്നെ വലിയ കൊഞ്ചുകള്. ഇതൊന്നും ഞാൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അടിപൊളിയായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു ആഗ്രഹമുണ്ട്, ഇനി ഒന്നും കൂടി ഇവിടെ വരണമെന്ന് വാപ്പിയെടുത്ത് എന്തായാലും ഞാൻ പറയും. അപ്പൊ വാപ്പി കൊണ്ടുവരികയാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞാൻ ഉറപ്പായിട്ട് ഇവിടെ വരും. അത് ഒരു പ്രാവശ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് വീണ്ടും വരാനുള്ള ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് എന്തായാലും മുതലാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് കാണാനുള്ളത് അവിടെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്കും അത്ഭുതകരമായ കാഴ്ചകളാണ്. പിന്നെ ഗോൾഡ് ഫിഷ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുകയാണ്. പിന്നെ ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ സ്റ്റാർ ഫിഷിനെ കണ്ടു. സ്റ്റാർ ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഞാൻ സ്റ്റാർ ഫിഷ് ഒന്ന് കേട്ടിട്ടേ ഉള്ളൂ. സ്റ്റാർ ഫിഷിനെ കണ്ടു. അതും ഒരു അത്ഭുതകരമായ കാഴ്ചയായിരുന്നു. സ്റ്റാർ ഫിഷിനെയൊക്കെ കണ്ടു. അതിനുശേഷം പോയതാണ് എനിക്ക് ഇവിടെ വന്നതിൽ വെച്ച് ഒരു മായാ ലോകത്ത് നിൽക്കുകയാണോ എന്ന് തോന്നിപ്പിച്ച ഒരു കാഴ്ചയായിരുന്നു ഇത്. അപ്പോൾ നമ്മളുടെ ഒരു വലിയ ഫിഷ് ടാങ്ക് ആണ്. ഇതിൽ കിടക്കുന്നത് 3 പൂച്ചക്കുട്ടന്മാരാണ്. അതിനോടൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞു കുഞ്ഞ് മീനുകളും ഉണ്ട് കേട്ടോ. ജീവനുള്ള പൂച്ചക്കുട്ടന്മാരാണ്. ഇതെങ്ങനെയാ കിടക്കുന്നതെന്ന് പോലും എനിക്ക് അറിയാൻ വയ്യ. അതൊരു എനിക്ക് അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു. പിന്നെ നമ്മൾ പോയത് നമുക്ക് ഷോപ്പിംഗ് നടത്താനുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. കട്ടിലുണ്ട്, എല്ലാം ഉണ്ട്. അലുവ ഉണ്ട്, അച്ചാറുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യകരമായ എല്ലാ സാധനങ്ങളും നമ്മളുടെ ആ ഒരു ഓഷൻ വേൾഡിൽ തന്നെ നമുക്ക് കിട്ടും. ബാഗുകളുണ്ട്, ലേഡീസ് ബാഗ് ഉണ്ട്, ജെന്റ്സ് ബാഗ് ഉണ്ട്, പിന്നെ കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. കസവും ഉണ്ട്. പിന്നെന്താ, ആയുർവേദത്തിനുള്ള എല്ലാ ആയുർവേദ മരുന്നുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന കളിപ്പാട്ടങ്ങളുണ്ട്. പഴയകാല മിഠായികളുടെ ഒരു വൻ ശേഖരം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഹെയർ ക്ലിപ്സ് ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളുടെ ഫുഡ് കോർട്ട് ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വെറൈറ്റി ഫുഡൊക്കെ അവര് ഒരുക്കിയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ തന്നെ അവരൊരു പ്രത്യേക സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ പോവുകയാണ്. പിന്നെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളുടെ ഫുഡ് കോർട്ടൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ആലോചിച്ചത്, ഇത്രയും നേരം ഞാൻ ഒരു അത്ഭുതകരമായ ലോകത്താണോ നിന്നത് എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി കേട്ടോ. അത്രയ്ക്ക് അടിപൊളി കാഴ്ചകളായിരുന്നു. അതിനുശേഷം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്കാണ്. അവിടെ ജെയിന്റ് വീൽ ഉണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് നല്ല നല്ല റൈഡ്സ് ഉണ്ട് കേട്ടോ. പിന്നെ മരണക്കിണറുണ്ട് കേട്ടോ. മരണക്കിണർ ഒരു ലേഡിയും ഒരു ജെന്റ്സും കൂടി നമ്മളുടെ ബുള്ളറ്റ് ഓട്ടിക്കാണ് കേട്ടോ മരണക്കിണർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അടിപൊളിയായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ കൂട്ടുകാരെ, എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി മെമ്പർ ആവാൻ മറക്കരുത് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ്. നിങ്ങളും ഒരു പ്രാവശ്യം വരൂ. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.